സുനാമിയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഇന്നും കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ നിവാസികൾ. ആലപ്പാട് പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം 142 പേരുടെ ജീവനാണ് സുനാമി തിരകൾ കവർന്നത്. ഇത് 60 വയസ്സ് കഴിഞ്ഞ കുട്ടൻ. സുനാമിയിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് നിർമ്മിച്ച സ്രായിക്കാടുള്ള സ്മാരകത്തിന്റെ പരിസരത്ത് കുട്ടൻ ഉണ്ടാകും ഏതു സമയത്തും. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെക്കുറിച്ചും മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളും ഓർത്ത് സ്മാരകത്തിന് ചുറ്റിലും ഇതുപോലെ ഒരുപാട് പേരുണ്ട്. സുനാമി ദുരന്തത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി. ഈ വെള്ളം ഇങ്ങനെ തള്ളി ഇങ്ങനെ സ്പീഡിന് വരുമ്പോഴത്തേക്ക് ഞങ്ങളൊരു വീടിൻ്റെ ഒരു മൂലയ്ക്ക് നിൽക്കുകയായിരുന്നു. അവിടെ ഞങ്ങളുടെ ഈ കഴുത്ത് മെച്ചം വെള്ളം വന്നപ്പോഴത്തേക്ക് വള്ളക്കാർ വന്ന് ഞങ്ങളെ പൊക്കിയെടുത്തു. ഇന്തോനേഷ്യയിലെ സുമാത്ര കടലിനടിയിലുണ്ടായ ഭൂകമ്പം രാക്ഷസ തിരമാലകളായി തീരത്തേക്ക് അടിച്ചു കയറിയപ്പോൾ കേരളത്തിന് നഷ്ടമായത് 168 ജീവനുകളായിരുന്നു. അതിൽ ആലപ്പാട് പഞ്ചായത്തിൽ മരിച്ചത് 142 പേരും. സുനാമിയാണെന്ന് തിരിച്ചറിയാതെ പോയതാണ് കൊല്ലത്ത് ഇത്രയധികം പേർ മരിക്കാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഇവിടെ കടലേറ്റമുണ്ട്. കടലേറ്റമാണെന്ന് എല്ലാവരും ധരിച്ചിരുന്നു. പക്ഷെ അതേപോലെയുള്ള രീതി ആയിരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് രക്ഷപ്പെടായിരുന്നു. പിന്നെ കടല് മിക്കവാറും ഇങ്ങനെ വർഷത്തിൽ എല്ലാ പ്രാവശ്യവും കയറുന്ന പതിവുണ്ട്. അതുപോലെയാണെന്ന് വിചാരിച്ച് എല്ലാവരും ഇരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റി. ഉറ്റവർ മുങ്ങിത്താഴുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരുപാട് പേർ സ്രായിക്കാടുണ്ട്. ആരോടും പരാതികളില്ലാതെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നവർ. റിപ്പോർട്ടർ, കൊല്ലം.